This video is sponsored by SBO Digital Marketing. വീട്ടിലിരുന്നുകൊണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്ലാറ്റ്ഫോമാണിത്. മോർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നമ്പർ ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉപ്പിലിട്ട നെല്ലിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ഞാനിന്ന് മടി കാരണം കുറേ നാൾ നെല്ലിക്ക അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. പിന്നെ 1-2 എണ്ണമൊക്കെ കെട്ടുപോയി. നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നെല്ലിക്ക എത്ര കഴിച്ചാലും മതിയാവാറില്ല നമുക്കല്ലേ. അത് ആ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാറില്ല. നമ്മുടെ നെല്ലിക്ക അങ്ങ് കെട്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ നോക്കിക്കോ, ഒരിക്കലും നമ്മുടെ നെല്ലിക്ക കെട്ടുപോവുകയില്ല. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനൊരു സീക്രട്ട് റെസിപ്പി ഉണ്ട്. നമ്മുടെ നെല്ലിക്ക നല്ല വൃത്തി കഴുകി തുടച്ച് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞ് നമ്മൾ ആ തിളച്ച വെള്ളത്തിനകത്താണ് ഈ നെല്ലിക്ക ഇടേണ്ടത്. തിളച്ച വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നമ്മൾ കഴുകി ടവൽ വെച്ച് തുടച്ച് ഈർപ്പം ഇല്ലാതാക്കിയതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആറി തണിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയ കുപ്പി ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ഗ്ലാസ് അല്ല, കുപ്പി ബോട്ടിലുണ്ടല്ലോ, ഗ്ലാസിൻ്റെ ബോട്ടിൽ, അതിലിട്ട് വയ്ക്കുക ചെയ്യാവുന്നത്. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഇതിൽ വെച്ചേക്കുന്നതാണ്. ഇത് ആറിയതിന് ശേഷം, വെള്ളം തണിഞ്ഞ് ആറിയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി വയ്ക്കുക. ഇതാണുള്ളൂ നെല്ലിക്ക കെട്ടുപോവാതെ നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടാനായിട്ട്. പിന്നെ ലാസ്റ്റ് 2 സ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട്. 2 സ്പൂണ് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നെല്ലിക്ക കഴിക്കണ വരെയും നമുക്ക് കെട്ടുപോകാതിരിക്കും. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3-4 ഞാൻ കാന്താരി മുളകാണ് ചേർത്തേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നെല്ലിക്ക റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അന്ന് വൈകിട്ട് നമ്മൾ തിരുമലക്കോവിൽ പോകാൻ വേണ്ടി നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. എന്താ പറയണ്ടേ, സിനിമയിലൊക്കെ കാണുന്ന പോലെ മിസ്റ്റ്, അങ്ങനെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ലഡാക്കിലൊക്കെ പോയ അനുഭവമായിരുന്നു നമുക്ക്. അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ മഴയത്തും അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം.